വി.ഡി. സതീശനെതിരായ കടുത്ത വിമർശനങ്ങൾക്കിടെ പെരുന്നഴിയിൽ നാടകീയമായി കൊടിക്കുന്നിൽ സുരേഷ് എത്തിയതും ഇന്നത്തെ വാർത്താ സായാഹ്നം കണ്ടു. വൈകിട്ട് 6:30 ആദ്യം എത്തിയെങ്കിലും മാധ്യമങ്ങളെ കണ്ടതോടെ വണ്ടി റിവേഴ്സ് എടുത്ത് മടങ്ങിപ്പോയി. ഇതാണ് ദൃശ്യങ്ങൾ. കൊടിക്കുന്നിൽ സുരേഷ് പെരുന്നയിലേക്ക് വരുന്നു. ആ സമയത്ത് റിപ്പോർട്ടർ അടക്കമുള്ള മാധ്യമങ്ങൾ പെരുന്നയിലെ ആസ്ഥാനത്തുണ്ടായിരുന്നു. മാധ്യമങ്ങളെ കണ്ടതോടെ കൊടിക്കുന്നിൽ സുരേഷ് MP തൻ്റെ വാഹനം റിവേഴ്സ് എടുത്ത് പുറകോട്ട് പോകുന്ന ദൃശ്യങ്ങളാണ് കണ്ടത്. അത് വാർത്തയായതോടുകൂടി 2 മണിക്കൂറിന് ശേഷം വീണ്ടും MP എത്തുന്നു. NSS ആസ്ഥാനത്തെത്തി G. സുകുമാരൻ നായരുമായി കൂടിക്കാഴ്ച നടത്തി. സൗഹൃദ കൂടിക്കാഴ്ചയായിരുന്നുവെന്നും NSS ആസ്ഥാനത്ത് താൻ രാഷ്ട്രീയം പറയില്ലെന്നും കൊടിക്കുന്നിൽ സുരേഷ് പറഞ്ഞു. അല്ല, എൻ്റെ സന്ദർശനം സൗഹൃദ സന്ദർശനമാണ്. ഞാൻ എല്ലാ സമയത്തും ചങ്ങനാശ്ശേരി വരുമ്പോൾ ഹെഡ് ഓഫീസ് വരാറുണ്ട്. മണിച്ചേട്ടുമായി സൗഹൃദ സംഭാഷണം നടത്താറുണ്ട്. അദ്ദേഹം പല കാര്യങ്ങൾ ചോദിക്കും, പല കാര്യങ്ങൾ പറയും, ഞാൻ അങ്ങോട്ട് പറയും. മണ്ഡലത്തിൻ്റെ കാര്യങ്ങൾ, പൊതുവായ കാര്യങ്ങൾ, ഇപ്പോഴത്തെ ഈ സമുദായ സംഘടനകളുടെ സമീപനത്തോട് MP-യുടെ അതൊക്കെ NSS ആസ്ഥാനത്ത് വെച്ച് പറയാൻ പറ്റില്ല. പിന്നെ പറയും. പ്രവീൺ പുരുഷോത്തമനുണ്ട്. പ്രവീൺ പുരുഷോത്തമൻ, ഈ ഐക്യകാഹളം വന്നു, വി.ഡി. സതീശനെതിരെ ആഞ്ഞടിച്ചു സുകുമാരൻ നായർ. ആ ആഘാതം മനസ്സിലാക്കി സമാധാന ദൂതുമായി എത്തിയതാണോ നിലവിൽ കൊടിക്കുന്നിൽ സുരേഷ് MP? അരുൺ, ഇന്ന് വൈകിട്ട് 6:45 കൊടിക്കുന്നിൽ സുരേഷ് MPയുടെ ഔദ്യോഗിക വാഹനം പെരുന്ന NSS ആസ്ഥാനത്തെ പ്രധാന കവാടം കടന്ന് കോമ്പൗണ്ടിലേക്ക് പ്രവേശിച്ചത്. ഈ സമയം മാധ്യമങ്ങൾ NSS ആസ്ഥാനത്തുണ്ടായിരുന്നു. ചാനൽ ക്യാമറകൾ കണ്ടതോടെ MPയുടെ ഔദ്യോഗിക വാഹനം പുറകോട്ടെടുത്ത് മടങ്ങിപ്പോയി. തുടർന്ന് രാത്രി 7:30 കൊടിക്കുന്നിൽ സുരേഷ് MP വീണ്ടും NSS ആസ്ഥാനത്ത് എത്തി. NSS ജനറൽ സെക്രട്ടറി G. സുകുമാരൻ നായർക്കൊപ്പം 15 മിനിറ്റോളം കൊടിക്കുന്നിൽ സുരേഷ് MP ചെലവഴിച്ചു. മടങ്ങുന്നതിന് മുമ്പ് മാധ്യമങ്ങളെ MP കണ്ടു. തികച്ചും സൗഹൃദ സന്ദർശനം എന്ന് മാത്രമായിരുന്നു കൊടിക്കുന്നിൽ സുരേഷ് MPയുടെ പ്രതികരണം. ചങ്ങനാശ്ശേരി ഉൾപ്പെടുന്ന പാർലമെന്റ് മണ്ഡലത്തിലെ MP ആണ് താൻ. ചങ്ങനാശ്ശേരിയിൽ വരുമ്പോഴൊക്കെ താൻ NSS ജനറൽ സെക്രട്ടറിയെ കാണാറുണ്ട്. ഇന്ന് ചങ്ങനാശ്ശേരിയിൽ വിവിധ പരിപാടികളിൽ പങ്കെടുക്കാൻ വന്നതാണ്. തിരിച്ചു പോകുമ്പോൾ NSS ജനറൽ സെക്രട്ടറിയെ കണ്ടു എന്നതേയുള്ളൂ. മണ്ഡലത്തിലെ കാര്യങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്തത്, രാഷ്ട്രീയം ചർച്ച ചെയ്തില്ല. NSS ആസ്ഥാനത്ത് വെച്ച് താൻ രാഷ്ട്രീയം പറയില്ലെന്നും കൊടിക്കുന്നിൽ സുരേഷ് MP വ്യക്തമാക്കി. NSS നേതൃത്വവുമായി തനിക്ക് ഊഷ്മള ബന്ധമാണുള്ളത്. തനിക്ക് എപ്പോൾ വേണമെങ്കിലും NSS ആസ്ഥാനത്ത് വരാം. അതിന് NSS ജനറൽ സെക്രട്ടറിയുടെ പ്രത്യേക അനുമതിയൊന്നും വേണ്ട എന്നും കൊടിക്കുന്നിൽ സുരേഷ് MP പറഞ്ഞു. താൻ NSS ആസ്ഥാനത്ത് എത്തിയതിന് ഒരു പ്രാധാന്യവും മാധ്യമങ്ങൾ കൊടുക്കേണ്ട എന്നും തൻ്റെ ഒരു ഭവനം പോലെയാണ് NSS ആസ്ഥാനം എന്നും പറഞ്ഞുകൊണ്ടാണ് കൊടിക്കുന്നിൽ സുരേഷ് MP NSS ആസ്ഥാനത്ത് നിന്നും മടങ്ങിയത്. താങ്ക് യു. പ്രവീൺ പുരുഷോത്തമനാണ് വിവരങ്ങൾ നൽകിയത്.